ടി വി ഉള്ള വീട്ടിൽ സിനിമ കാണാൻ എത്തുന്നത് പോലെ പ്രക്ഷേപണം തുടങ്ങുന്ന സമയമാകുമ്പോൾ അയൽവാസികൾ എല്ലാവരും ഒത്തുകൂടും. അവിടുത്തെ സ്വീകരണ മുറി ഒരു സിനിമാ തിയേറ്റർ പോലെ ആവും. തറയിലും ഇരിപ്പിടം ഉള്ള കസേരകളിലും കട്ടിലും അല്ലെങ്കിൽ തറയിലും അങ്ങനെയായി സ്വീകരണ മുറി നിറയെ ആൾക്കാരെ കൊണ്ട് നിറയും. അന്നത്തെ കാലത്ത്, തുടക്കകാലത്ത് ഡൽഹിയിൽ നിന്നുള്ള സംപ്രേഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുതന്നെ ഇന്നത്തെ പോലെ 24 മണിക്കൂറും ഉണ്ടായിരുന്നില്ല. ഡൽഹി ദൂരദർശൻ മാത്രമായി. അത് വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങുക. 7 മണിക്ക് സാധാരണയായി ഡൽഹിയിൽ നിന്നുള്ള ന്യൂസ് പ്രക്ഷേപണത്തോടെയാണ് തുടങ്ങുക. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ന്യൂസ് പ്രക്ഷേപണം ഉണ്ടാകും. ആ കാലങ്ങളിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ധാരാളമായി പ്രധാനപ്പെട്ട ആൾക്കാർ, ന്യൂസ് റീഡർമാർ, ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഉണ്ടായിരുന്നു. അതിൽ ഉണ്ടായിരുന്ന ഒരു പ്രശസ്തയായ ഹിന്ദി ന്യൂസ് റീഡറാണ് അന്തരിച്ചു പോയ സരള മഹേശ്വരി. അങ്ങനെയുള്ള ന്യൂസ് റീഡർമാർ ഇന്നത്തെ കാലത്തെ നമ്മളുടെ ടി വിയിലെ സിനിമ നടന്മാരെയും സിനിമ നടിമാരെയും പോലെ പ്രാധാന്യത്തോടെ ടി വിയിൽ വന്ന് മുഖം കാണിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് പ്രാദേശിക ചാനലുകൾ തുടങ്ങിയത്. മലയാളം അടക്കം ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും റീജിയണൽ ലാംഗ്വേജിൽ ചാനലുകൾ ആരംഭിച്ചു. അത് വളരെയേറെ കാലം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇതും കഴിഞ്ഞിട്ടാണ് കളർ ടെലിവിഷൻ വന്നത്. കളർ ടെലിവിഷൻ വന്ന സമയത്ത് ഉണ്ടായ കൗതുകകരമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കളർ ടെലിവിഷൻ എല്ലാ വീട്ടുകാർക്കും വാങ്ങിക്കുവാൻ ഉള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. കാരണം കളർ ടെലിവിഷന് വില കൂടുതലായിരുന്നു. അപ്പോൾ സാമ്പത്തിക ശേഷി കൂടുതലുള്ള ആൾക്കാർ മാത്രമേ ഈ കളർ ടെലിവിഷൻ വാങ്ങിക്കാറുള്ളൂ. ഞാൻ കളർ ടെലിവിഷൻ കണ്ടത് മുംബൈയിലെ താമസത്തിന് ഇടയിലാണ്. മുംബൈയിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് എതിർവശത്തുള്ള ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നവർക്ക് കളർ ടെലിവിഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ സ്വന്തം ഫ്ലാറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണ്. അപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് പ്രക്ഷേപണം ആരംഭിക്കുക. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കാണുന്ന സമയം അങ്ങേപ്പുറത്തെ ഫ്ലാറ്റിൽ നേരെ ഓപ്പോസിറ്റായി ഉള്ള ഫ്ലാറ്റിൽ കളർ ടെലിവിഷനാണ്